കോഴിക്കോട് ചേവായൂരിൽ ബാലികാ സദനത്തിൽ നിന്ന് 4 പെൺകുട്ടികളെ കാണാതായി. 10, 11, 12 വയസ്സുള്ള കുട്ടികളെയാണ് കാണാതായത്. കീർത്തന ബാബു, കൃപ ബാബു, ദേവതീർത്ഥ, ദേവജ്യോതി എന്നിവരെ ഇന്ന് രാവിലെ മുതലാണ് കാണാതായത്. സരീഷ് പി കെ നൽകും വിവരങ്ങൾ. സരീഷ്, എപ്പോൾ മുതലാണ് പെൺകുട്ടികളെ കാണാതായെന്ന വിവരം അറിയുന്നത്? ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ചെറുവറ്റ ബാലികാ സ്ഥാനത്തിൽ വെച്ചാണ് ഈ കുട്ടികളെ കാണാതാകുന്നത്. ഇന്ന് രാവിലെ സാധാരണഗതിയിൽ അവിടെ രാവിലെ എഴുന്നേൽക്കുകയും പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് കുട്ടികളുടെ എണ്ണം എടുക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ എണ്ണം എടുക്കുന്നതിനിടയിലാണ് ഈ കുട്ടികളെ 4 കുട്ടികൾ, അതായത് കീർത്തന ബാബുവിൻ്റെ സഹോദരിയായ കൃപ ബാബു, ഒപ്പം ദേവതീർത്ഥ, ദേവജ്യോതി, ഈ 4 പെൺകുട്ടികളെ കാണുന്നില്ല എന്ന കാര്യം ഈ ബാലികാ സദനത്തിലെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫും അറിയുന്നത്. പിന്നീട് സമീപത്തെ വീടുകളിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും ഘട്ടത്തിൽ പരിശോധന നടത്തുന്നു. പക്ഷേ കുട്ടികളെ കണ്ടെത്താനാവുന്നില്ല. പിന്നീടാണ് ചേവായൂർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. ചേവായൂർ പോലീസ് സ്ഥലത്തെത്തുകയും സമീപത്ത് വീണ്ടും പരിശോധന നടത്തുകയും ചെയ്യുന്നു. ആ പരിശോധനയിലാണ് ഈ ബാലികാ സദനത്തിന്റെ കെട്ടിടത്തിന്റെ പുറകിലെ ഒരു വീടുണ്ട്. ആ വീടിന്റെ CCTV പരിശോധിച്ചപ്പോൾ ആ വീടിന് സമീപത്ത് കൂടി 4 കുട്ടികളും പുലർച്ചെ നടന്നു പോകുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇന്നലെ രാത്രി ഇവർ കിടന്നുറങ്ങുകയും പിന്നീട് പുലർച്ചെ ഈ ബാലികാ സദനത്തിന്റെ പുറകിലൂടെയുള്ള വഴിയിൽ നിന്ന് രക്ഷപ്പെട്ടതാകാം എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും നിലവിൽ ഈ പെൺകുട്ടികൾ, അതായത് 10 മുതൽ 13 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണമോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ കൂടുതൽ ദൂരം പോയിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ സമീപത്തെ വീടുകൾ ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പെൺകുട്ടികളെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ചേവായൂർ പോലീസ്. ശരി, സരീഷ് പി കെയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും